ബുക്ക് മാർക്ക് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഒരു 300 GSMൻ്റെ വാട്ടർ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ട ഒരു വീതിക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയ കട്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സിസേഴ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഒരു സൈസിന് ചേരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ വിചാരിക്കുന്ന കുറച്ച് കളേഴ്സ് കൊടുക്കുകയാണ്. റെഡും ബ്ലൂവിൻ്റെ 2 ഷെയ്ഡ് വൈറ്റ് ഒക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ റെഡും ബ്ലൂവും കൂടി ചേരുമ്പോൾ വയലറ്റിൻ്റെ ഷെയ്ഡ്സും, അതുപോലെ തന്നെ വയലറ്റും വൈറ്റും കൂടി ചേരുമ്പോൾ ലൈറ്റ് പർപ്പിൾ, വൈറ്റും റെഡും ഒക്കെ ചേരുമ്പോൾ ലൈറ്റ് പിങ്ക്, അങ്ങനെ പല ഷെയ്ഡ്സ് കിട്ടാനായിട്ടാണ് ഞാൻ ഈ ഒരു കളേഴ്സിൽ കൊടുക്കുന്നത്. വാട്ടർ കളേഴ്സാണ് എടുക്കുന്നത്. ഒരു ഗാലക്സി തീമിൽ ചെയ്യാനായിട്ടാണ് ഈ കളേഴ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കളേഴ്സൊക്കെ അതിൽ കിട്ടും. റെഡ് കളർ ഗാലക്സിയിലില്ല, അപ്പോൾ അത് മാക്സിമം ബ്ലെൻഡ് ചെയ്തിട്ട് പല കളേഴ്സ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ടേബിളിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ചീത്തയായിട്ടുള്ള തുണിയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ ഷീറ്റ് വെച്ചതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, ആ പെയിൻ്റ് ആയിട്ടുള്ള ആ ഒരു ഷീറ്റ് ഈ ബുക്ക് മാർക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് അമർത്തി കൊടുക്കുക. ഇപ്പോൾ എനിക്കുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം ചേർത്തത് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് ആവാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നീക്കി കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് നല്ലൊരു ഈസി മെത്തേഡാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഉദ്ദേശിച്ച കളേഴ്സുള്ള വൈറ്റ്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പിങ്ക്, പർപ്പിൾ, അങ്ങനെ ചെറിയതായിട്ട് എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത കാര്യങ്ങൾ ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് മുകളിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഹോള് പഞ്ചർ വെച്ചിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പഞ്ചർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കോമ്പസ് വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തായിട്ട് ഒരു ത്രെഡ് കെട്ടി കൊടുക്കുന്നുണ്ട്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ടാസിൽസ് കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ടാസിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ടാസിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അങ്ങനെ ടാസിൽസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ത്രെഡോ ഇതിലേക്ക് കോർത്തെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ത്രെഡ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് മുത്തുകളോ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പേള് ഇതിലിട്ട് കൊടുക്കാമെന്നാണ്. അങ്ങനെ ഒരു പേള് ഇതിലേക്ക് കോർത്തെടുക്കുക. എന്നിട്ട് ആ പേളിൻ്റെ 2 സൈഡിലും കെട്ടിട്ട് കൊടുക്കുക. പേള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാതിരിക്കാനായിട്ടോ ഈ കെട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അറ്റത്ത് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി അവിടെ ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കെട്ട് ഊരി പോവാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. പെയിൻ്റ് എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു കോട്ട് എഴുതി കൊടുക്കാം. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കെച്ച് പെന്നിനെ കുറിച്ച് കേട്ടോ. ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും കാണാൻ മറക്കല്ലേ. എന്നിട്ട് അതിൽ നിന്ന് ഞാനൊരു ബ്ലാക്ക് കളർ എടുക്കുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് കോട്ട് എഴുതി കൊടുക്കാം. കോട്ട് എഴുതി കൊടുത്തപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്ക് ആയതുകൊണ്ട് തന്നെ എഴുതിയത് പെട്ടെന്ന് കാണുന്നില്ല. അപ്പം ഞാനൊരു വൈറ്റ് കളർ കൊണ്ട് ഒരു ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് ഷെയ്ഡിങ് പോലെ. ഇനി ഈ വൈറ്റ് കളർ കൊണ്ട് തന്നെ ചെറിയ സ്റ്റാർസ് പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഗാലക്സി തീമിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ സ്റ്റാർസൊക്കെ വെറുതെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 3D ലൈനറാണ് എടുക്കുന്നത്, സിൽവർ കളറാണ്. അതുകൊണ്ട് കുറച്ച് വരകൾ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇതിലേക്ക് ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലിറ്റർ ഇട്ട പോലെ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിതുപോലെ ഈ 3D ലൈനർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ലെയർ ഫോം ചെയ്തിട്ട് ഇതിന് നല്ല ഭംഗിയാവും. ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ലെറ്റേഴ്സൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒന്നും കൂടി ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.